ഉത്തരേന്ത്യയെ വിറപ്പിച്ച കൊടും കുറ്റവാളിയാണ് ഡോക്ടർ ഡെത്ത് എന്നറിയപ്പെടുന്ന സീരിയൽ കില്ലർ. ഉത്തർപ്രദേശിലെ അലിഗഡ് സ്വദേശിയായ ഡോക്ടർ ദേവേന്ദ്ര ശർമ്മ 50ഓളം കൊലക്കേസുകളിൽ പ്രതിയാണ്. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ കനാലിൽ മുതലകൾക്ക് തിന്നാൻ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നതായിരുന്നു ഇയാളുടെ രീതി. 7 കൊലക്കേസുകളിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഡോക്ടർ ശർമ്മയെ ഡൽഹി പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം പരോളിലിറങ്ങി മുങ്ങിയ ഇയാൾ രാജസ്ഥാനിലെ ദൗസയിൽ ആശ്രമത്തിൽ സന്യാസിയായി ഒളിവിൽ കഴിയവെയാണ് അറസ്റ്റ്. പോലീസ് റെക്കോർഡുകളിൽ കൊടും ക്രിമിനലാണ് ഡോക്ടർ ഡെത്ത് എന്നറിയപ്പെടുന്ന ദേവേന്ദ്ര ശർമ്മ. ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് ആയുർവേദ ഡോക്ടറായി. ഉത്തർപ്രദേശിലെ അലിഗഡ് സ്വദേശിയായ ശർമ്മ 11 വർഷം ക്ലിനിക്ക് നടത്തി. 94-ൽ ഗ്യാസ് ഡീലർഷിപ്പ് ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. ഈ ഇടപാടിൽ വലിയ സാമ്പത്തിക നഷ്ടം സംഭവിച്ചതിനു ശേഷമാണ് ശർമ്മ കുറ്റകൃത്യങ്ങളിലേക്ക് തിരിഞ്ഞത്. പോലീസ് പറയുന്നതനുസരിച്ച് ഇതുവരെ 50-ലധികം കൊലപാതകങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ട്. തന്റെ ഇരകളുടെ മൃതദേഹങ്ങൾ ഉത്തർപ്രദേശ് കാസ്ഗഞ്ചിലെ ഹസ്ര കനാലിലേക്കാണ് ശർമ്മ വലിച്ചെറിഞ്ഞിരുന്നത്. മുതലകൾ മൃതദേഹം തിന്നുകയും തെളിവുകൾ എന്നേക്കുമായി നശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്നതായിരുന്നു ഇതിന് കാരണം. ഡൽഹി, രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിലായി 7 വ്യത്യസ്ത കേസുകളിൽ ഇയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഗുഡ്ഗാവ് കോടതി ഒരിക്കൽ വധശിക്ഷ വിധിച്ചിരുന്നുവെങ്കിലും അപ്പീലിൽ അത് ജീവപര്യന്തമായി കുറഞ്ഞു. തിഹാർ ജയിലിൽ കഴിയവേ കഴിഞ്ഞ വർഷം പരോളിലിറങ്ങി മുങ്ങിയ ദേവേന്ദ്ര ശർമ്മ 2 വർഷത്തിനു ശേഷം രാജസ്ഥാനിൽ നിന്നാണ് ഡൽഹി പോലീസിന്റെ പിടിയിലാവുന്നത്. ദൗസയിലെ ഒരു ആശ്രമത്തിൽ സന്യാസി ചമഞ്ഞ് കഴിയുകയായിരുന്നു 67-കാരനായ ശർമ്മ. ആയിരത്തി 1998-നും 2004-നും ഇടയിൽ അനധികൃത വൃക്ക മാറ്റിവെക്കൽ റാക്കറ്റിലൂടെയാണ് ഇയാൾ കുപ്രസിദ്ധനാവുന്നത്. പല സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും ഇടനിലക്കാരുടെയും സഹായത്തോടെ 125-ലധികം അനധികൃത അവയവ മാറ്റിവെക്കലുകൾക്ക് സൗകര്യമൊരുക്കിയതായി പ്രതി പോലീസിനോട് സമ്മതിച്ചിരുന്നു. പിന്നീടാണ് കൊലപാതകങ്ങളിലേക്ക് കടന്നത്. ടാക്സികൾ വാടകയ്ക്കെടുക്കുക, ഡ്രൈവർമാരെ കൊലപ്പെടുത്തുക, അവരുടെ വാഹനങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കുക എന്നിവയായിരുന്നു കുറ്റകൃത്യത്തിന്റെ രീതി. 2004-ലാണ് ശർമ്മ ആദ്യം അറസ്റ്റിലാവുന്നത്. പരോളിലിരിക്കെ ശർമ്മ ഒളിച്ചോടുന്നതും ആദ്യമായിട്ടല്ല. 2020-ൽ 20 ദിവസത്തെ പരോളിന് ശേഷം ഇയാൾ തിരികെ എത്തിയിരുന്നില്ല. പിന്നീട് 7 മാസത്തോളം കഴിഞ്ഞ് ഡൽഹിയിൽ നിന്നും പിടിയിലായി. ഇത്തവണയും വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിപുലമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടുന്നത്. News 18 Delhi.